അങ്ങനെ മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ റിലീസായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ മുഴുവൻ മലൈക്കോട്ടെ വാലിബന്റെ ആ ഒരു ട്രെയിലറിനെ കുറിച്ചാണ് കൂടുതലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സിനിമയ്ക്കായിട്ട് വിരലിലെണ്ണാവുന്ന ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം ട്രെയിലർ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും, ട്രെയിലറിന്റെ സിനിമാറ്റോഗ്രാഫി ഇഷ്ടപ്പെട്ടവരും, പിന്നെ ഡയലോഗ്സ് ഇഷ്ടപ്പെടാത്തവരും, അങ്ങനെ പല 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 കാറ്റഗറീസ് ഉള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ട്രെയിലർ എനിക്ക് വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എന്നെ ഞെട്ടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഞാൻ ഇതേ രീതിയിലുള്ള ഫ്രെയിംസോ സിനിമാറ്റോഗ്രഫിയോ ഒന്നും അല്ല എൻ്റെ ഒരു മലൈക്കോട്ടെ വാലിബനിൽ ഞാൻ കരുതി വെച്ചിരുന്നത്. ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള സിനിമാറ്റോഗ്രഫി ഒന്നും അല്ല. എൻ്റെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് അതുക്കും മേലെ എന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രഫിയൊക്കെയാണ് എനിക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിച്ചത്. ട്രെയിലറിലാണ് കേട്ടോ, സിനിമ കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും പലരും പറഞ്ഞു കേൾക്കുന്ന ട്രെയിലറിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഡയലോഗ്സ്. ട്രെയിലറിലെ ഡയലോഗ്സിലെ നാടകീയത. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഈ ഒരു ട്രെയിലറിലെ ആയാലും ടീസറിൽ ലാലേട്ടൻ്റെ ആദ്യത്തെ ആ ഒരു നിജം, മറ്റേ ആ ഡയലോഗ് ഉണ്ടല്ലോ, ഒരു തമിഴ് ഡയലോഗ്, ആ ഒരു ടീസറിലെ ആയാലും പിന്നെ വന്നിട്ടുള്ള മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ് ആ ലാലേട്ടൻ പറയുന്ന ഒരു ടീസർ ഉണ്ടല്ലോ, അതിലെ ആയാലും ഡയലോഗ്സ് ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആ ഒരു നാടകീയത ആവശ്യപ്പെടുന്ന ഒരു സിനിമയാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ഈ ഒരു സിനിമയിലെ ഒട്ടുമിക്ക ഡയലോഗ്സും ഈ ഒരു രീതിയിലുള്ളത് തന്നെ ആയിരിക്കും. ഇത് പ്രതീക്ഷിച്ച് വേണം നമ്മൾ തിയേറ്ററിലേക്ക് പോകാൻ എന്ന ഉള്ള ഒരു മെസ്സേജും കൂടിയാണ് ഈ ഒരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഡയലോഗ്സ് ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിനിമാറ്റോഗ്രഫി തന്നെയാണ്. ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി ട്രെയിലറിൽ കണ്ടെടുത്തോളം ഗംഭീരമായിരുന്നു. ഫ്രെയിംസ് ഒക്കെ ഒന്നിനൊന്നും മെച്ചാൻ, കുറച്ച് കളർഫുള്ളും കളർ ടോണും ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ ഒരു ലാലേട്ടൻ ആ ഒരു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ഇൻട്രോ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗംഭീരമായിരുന്നു. ഞാൻ ആ പോർഷൻ തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് കുറേ പ്രാവശ്യം കണ്ടു. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അങ്ങനെ മൊത്തത്തിൽ ട്രെയിലറിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മൊത്തത്തിൽ ഓവറാൾ ഞാൻ പ്രതീക്ഷിച്ചതിനും മേലെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന ട്രെയിലർ എനിക്ക് സമ്മാനിച്ചത്. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കുണ്ടായിരുന്ന ആ ഒരു ഹൈപ്പ് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും കൂടുകയും കൂടെ ചെയ്തു. ആ ഒരു ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഫ്രെയിംസ് തന്നെ ഗംഭീരമായിട്ടാണ് തോന്നിയത്. അപ്പം എന്തായാലും സിനിമയിൽ അതിലും കൂടുതൽ കാണണമല്ലോ. ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാനിപ്പോൾ സിനിമ കാണാനായിട്ട് പോകുന്നത്. പിന്നെ പലരും പറഞ്ഞതാണ് ഒരു സ്ലോ മോഡിലുള്ള നരേഷൻ അത് സിനിമയെ കൂടുതൽ ലാഗ് ആക്കുമെന്നൊക്കെയുള്ള രീതിയിൽ പലരും പറയുന്നത് കേട്ടു. പക്ഷേ ആ ഒരു ട്രെയിലറിന്റെ ലാസ്റ്റ് 30 സെക്കൻഡ് അത്രയും ഗംഭീരമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ. അപ്പൊ അങ്ങനെ തോന്നാനായിട്ടുള്ളൊരു കാര്യം ആ ഒരു സ്ലോ മൂഡിലുള്ള നരേഷനാണ്. ഒരു ബിൽഡപ്പ് ഇല്ലേ, നായകനെ കാണിക്കുന്നതിന് മുമ്പുള്ള ഒരു ബിൽഡപ്പ്, അത് നല്ല കൃത്യമായിട്ട് ആ ഒരു ട്രെയിലറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സിനിമയും അതേ കണക്ക് സ്ലോ ആയിട്ട് നാരേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാകാനായിട്ടാണ് സാധ്യത കൂടുതലും. സോ അതൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് തിയേറ്ററിലേക്ക് പോകാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് മലൈക്കോട്ടെ വാലിബന്റെ കഥയാണ്. പലരും ഹനുമാനുമായിട്ട് മലൈക്കോട്ടെ വാലിബനെ ഉപമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൈബിളിലെ സാംസൺ എന്ന ആ ഒരു ക്യാരക്ടറുമായിട്ട് മലൈക്കോട്ടെ വാലിബനെ ഉപമിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം, ആ ഒരു സാംസന്റെ സ്റ്റോറി അറിഞ്ഞതിന് ശേഷം എനിക്ക് അതുമായിട്ട് ചില സാമ്യതകളൊക്കെ തോന്നുന്നുണ്ട്. സാംസൺ എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു ക്യാരക്ടറാണ്. വളരെ ശക്തനിൽ ശക്തൻ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടർ. 1000 പേര് നേർക്ക് നേർ വന്നാലും മല്ലിട്ട് നിൽക്കാൻ കരുത്തുള്ള ഒരു കരുത്തനായിട്ടുള്ള ഒരാളാണ് സാംസൺ. അതേപോലെ മൃഗങ്ങളുമായിട്ടെല്ലാം മല്ലിട്ട് നിൽക്കാൻ സാധിക്കുന്ന അത്രയും കരുത്തനാണ്, അത്രയും ശക്തനാണ്. അപ്പോൾ ശത്രുക്കൾക്ക് സാംസനെ തോൽപ്പിക്കാനാകാതെ വരുമ്പോഴത്തേക്കും സാംസന്റെ ശക്തി കേന്ദ്രം എന്താണെന്ന് അറിയാനായിട്ട് ഒരു സ്ത്രീയെ നിയോഗിക്കുകയും അതുവഴി ചതിച്ച് അത് മനസ്സിലാക്കുകയും അങ്ങനെ സാംസനെ കീഴ്പ്പെടുത്തുന്നതുമൊക്കെയാണ് ബൈബിളിലെ ആ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കഥയുമായിട്ട് പലരും ഈ ഒരു മലൈക്കോട്ടെ വാലിബനെ കണക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം, ആ ഒരു കഥയെ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് ലാലേട്ടനെ ചങ്ങലയ്ക്ക് കെട്ടിയിടുന്ന ആ ഒരു സീനില്ലേ, അതിനകത്ത് ലാലേട്ടന്റെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ ഇതേ കണക്ക് സാംസണെ കീഴ്പ്പെടുത്തിയതിന് ശേഷം 2 തൂണുകൾക്കിടയിലായിട്ട് ഇങ്ങനെ ചങ്ങലയിൽ ബന്ധിച്ചിടുന്നതായിട്ടും ആ ഒരു പാർട്ടിൽ പറയുന്നുണ്ട്. സാംസന്റെ ശക്തി കേന്ദ്രം എന്താണെന്ന് മനസ്സിലാക്കി അത് ആ ഒരു ശക്തി നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് അങ്ങനെ ചങ്ങലയിൽ കെട്ടിയിടുന്നത്. അങ്ങനെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട ആ ഒരു ചങ്ങലയിൽ കിടക്കുന്ന സാംസണ് ദൈവം ശക്തി നൽകുകയും അങ്ങനെ ആ ഒരു തൂണ് പിളർക്കാനായിട്ട് സാധിക്കുകയും ആ ഒരു കെട്ടിയിട്ടിരുന്ന ആ ഒരു കൊട്ടാരവും എല്ലാം ഇടിഞ്ഞു വീണ് സാംസൺ ഉൾപ്പെടെ അങ്ങനെ എല്ലാവരും മരിക്കുന്നതുമൊക്കെയാണ് ആ ഒരു പാർട്ടിൽ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ലാലേട്ടന്റെ ആ ഒരു ഫ്രെയിമും മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെയായിട്ട് ചിലപ്പം അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുന്ന സിനിമ ആയേക്കാം മലൈക്കോട്ടെ വാലിബൻ എന്നൊരു തോന്നൽ എനിക്കും തോന്നി. എന്തായാലും ഇനി വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ ഊഹാപോഹങ്ങൾക്കെല്ലാം വിട പറയാനായിട്ട്. എന്തായാലും ലാലേട്ടൻ വളരെയധികം എക്സൈറ്റഡ് ആണെന്നാണ് എനിക്ക് ഈ ഒരു പ്രസ് മീറ്റിലൂടെയും കഴിഞ്ഞ ഓഡിയോ ലോഞ്ചിലൂടെയൊക്കെ മനസ്സിലാകുന്നത്. ഈ ഒരു സിനിമയെക്കുറിച്ച് ലാലേട്ടൻ ഒരുപാട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം ഹാപ്പി ആണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം. അപ്പം മൊത്തത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബ്സ് ആണ് അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും വരുന്നത്. തീർച്ചയായിട്ടും ലിജോ ജോസ് പല്ലിശ്ശേരിയും പറയുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്നും ഒരു നാടോടി കഥ പോലെ
പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് വാലിബൻ്റെതെന്നൊക്കെ ലിജോ ജോസ് പല്ലിശ്ശേരിയും പറയുന്നുണ്ട്. ബുക്ക് മൈ ഷോയിൽ ഇതിന്റെ ഒരു ജേണർ കൊടുത്തിരിക്കുന്നത് ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി എന്നാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ജേണറിൽ വരുന്ന ഒരു പടമാണ്. എന്നാലും സോഷ്യൽ മീഡിയയിൽ ചിലരുടെ കമന്റ് ഒക്കെ കാണുമ്പോൾ വളരെ രസമാണ് കേട്ടോ. ഈ ഒരു ട്രെയിലറിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ വലിയ കുറ്റങ്ങളൊന്നും പറയാനില്ലാതിരുന്നപ്പം പലരും ഈ ഒരു ട്രെയിലറിൽ നിന്ന് തന്നെ കൂടുതൽ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് സ്ക്രിപ്റ്റ് പോരാ എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും ഹേറ്റേഴ്സ് അതേപോലെയൊക്കെ നിന്ന് അങ്ങ് കരഞ്ഞോട്ടെ. എന്തായാലും പോസിറ്റീവ് ആണെങ്കിൽ ലാലേട്ടൻ തൂക്കും, ഒരു 1.5 തൂക്ക് തന്നെ ആയിരിക്കും. വെയിറ്റിംഗ് ഫോർ മലൈക്കോട്ടെ വാലിബൻ.